അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം നോക്കുന്നത് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 കുറിച്ചാണ്. അപ്പൊ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു 10 ലോക്സഭ കോൺസ്റ്റിറ്റ്യൂൻസി എടുത്ത 3 അതുമായി ചുറ്റിപ്പറ്റി വരുന്ന ഫോറസ്റ്റ് റൈറ്റ് ആക്ടുമായിട്ടുള്ള ഇഷ്യൂസ് ഈ കോൺസ്റ്റിറ്റ്യൂൻസിയിലെ ഇലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ചില ഇൻഡിപെൻഡന്റ് റിസർച്ചേഴ്സ് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ന്യൂസിൽ വരുന്നത്. അപ്പൊ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് റെക്കഗ്നീഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട്, അതാണ് ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ ആക്ട് ഫോറസ്റ്റ് ലാൻഡില് ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെയും മറ്റ് ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിന്റെയും ഫോറസ്റ്റ് റൈറ്റിനെയും ഒക്യുപ്പേഷനൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ആക്ട് ആണ്. അപ്പോ ഓക്കെ, അവരുടെ മൊത്തം ലൈഫ് ടൈമും ഫോറസ്റ്റിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരുടെയാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്, അവരുടെ റൈറ്റ് ആണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആസിഡ് റെയിൻ. പിന്നെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എമിഷൻസ് കണ്ടിന്യൂ ടു റൈസ് വിത്ത് ക്ലൈമറ്റ് ചേഞ്ച് ത്രെഡ്, ആസിഡ് റെയിൻ ഈസ് ഇൻക്രീസിംഗ് ഫ്രീക്വൻസി. അപ്പോൾ എമിഷൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കുറയും, അതിന്റെ ഫലമായിട്ട് ആസിഡ് റെയിന്റെ ഫ്രീക്വൻസി കൂടും. ആസിഡ് റെയിൻ എന്ന് പറയുന്ന ഒരു ബ്രോഡ് ടേം ആണ്. അതിനകത്ത് എനി ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ വരും, അതായത് ആസിഡിക് കമ്പോണൻസ് ഉള്ള എനി ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ. ഫോർ എക്സാമ്പിൾ സൾഫ്യൂരിക് ആസിഡിന്റെയോ നൈട്രിക് ആസിഡിന്റെ ഒക്കെ കണ്ടന്റ് ഉള്ളത്. അപ്പൊ നോർമൽ റെയിന്റെ പി എച്ച് എന്ന് പറയുന്നത് 5.6 ആണ്, പക്ഷെ ആസിഡ് റെയിന്റെ പി എച്ച് ബിലോ 4.5 ആണ്, അത്രയും ആസിഡിക് ആയിരിക്കും. നെക്സ്റ്റ്, എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷൻ. As data becomes the new oil, methods of protecting data like inscription gain significance. അപ്പം ഇപ്പൊ AI ടെക്നോളജിക്ക് ഉയർന്നു വന്നിരിക്കുന്ന ആ സമയമായതുകൊണ്ട് നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ടേം ആണ് എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷനിൽ E2EE എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ്. അതായത് 2 ഡിവൈസുകൾക്കിടയിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ലൈക്ക് ഒരു ക്ലൗഡ് സർവീസ് പ്രൊവൈഡറോ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സോ സൈബർ ക്രിമിനൽസിനോ ഒന്നും നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ കിട്ടാതെ അത് പ്രിവെന്റ് ചെയ്യുകയും കൂടെ ഈ എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷനിൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രൊജക്ട് 751. അപ്പോ ഇത് ഇന്ത്യൻ നേവിയുടെ ആണ്. ഈ ഒരു പ്രൊജക്ടിന്റെ കീഴിൽ ഇന്ത്യൻ നേവി 6 അഡ്വാൻസ്ഡ് കൺവെൻഷണൽ സബ്മറൈൻസ് ആണ് പ്രോസസ് ചെയ്തത് ത്രൂ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് മോഡൽസ്. ഇപ്പൊ ഇത് ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് ആണ്. ഇതിന് അഡ്വാൻസ്ഡ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് ഒക്കെ ഇൻവോൾവ് ആണ്. ഇതൊരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് മോഡൽ ആണ്. അതായത് കുറച്ച് ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനീസിനെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആയിട്ട് എടുത്തുകൊണ്ട് അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോറിൻ ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചേഴ്സുമായിട്ട് അവരെ ഡീൽ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ മിലിറ്ററി പ്ലാറ്റ്ഫോംസ് കുറച്ചും കൂടെ കൂടുതൽ സബ്മറൈൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ആൻഡ് നാച്ചുറോപ്പതി, അസം. ഇപ്പൊ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ആയുഷ് ആൻഡ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസും അതുപോലെ അസാമിലെ ചീഫ് മിനിസ്റ്ററും ചേർന്ന് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ആൻഡ് നാച്ചുറോപ്പതിക്ക് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു. അപ്പൊ ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യോഗ ആൻഡ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ആണ്. ദിബ്രുഗഡ് എന്ന് പറയുന്ന അസാമിലെ ഒരു സ്ഥലത്താണ് ഇത് വരുന്നത്. അപ്പൊ ഇത് യോഗയുടെ നാച്ചുറോപ്പതിയുടെ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന, എസ്പെഷ്യലി ഫോർ കാർഡിയോവാസ്കുലർ ഡിസീസസ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ മാനേജ് ചെയ്യാനുള്ള പ്രോട്ടോകോൾസും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, നാഷണൽ ക്യാൻസർ രജിസ്ട്രി പ്രോഗ്രാം. ഇപ്പൊ നാഷണൽ ക്യാൻസർ രജിസ്ട്രി പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ഇനീഷ്യേറ്റീവ് ആണ്. 1981 ഇന്ത്യയിൽ അത് വന്നത്. ഇത് ക്യാൻസറിന്റെ ബേർഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കോമ്പാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ ഇത് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് ഇൻഫോർമാറ്റിക്സ് ആൻഡ് റിസർച്ചിന്റെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെയും കീഴിലാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. നെക്സ്റ്റ്, ദ ക്യാൻസർ ജീനോം അറ്റ്ലസ്. ക്യാൻസർ ജീനോം അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ആണ് ടു കാറ്റലോഗ് ദ ജനറ്റിക് മ്യൂട്ടേഷൻ റെസ്പോൺസിബിൾ ഫോർ ക്യാൻസർ യൂസിംഗ് ജീനോം സീക്വൻസിംഗ് ആൻഡ് ബയോഇൻഫോർമാറ്റിക്സ് ടു ഇംപ്രൂവ് ദ എബിലിറ്റി ടു ഡയഗ്നോസ്, ട്രീറ്റ് ആൻഡ് പ്രിവെന്റ് ക്യാൻസർ. അപ്പോ ജനറ്റിക് മ്യൂട്ടേഷൻ റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ക്യാൻസറിന്റെ ഏത് ജീനോം ആണെന്നുള്ളത് ജീനോം സീക്വൻസിലൂടെയും ബയോ ഇൻഫോർമാറ്റിക്സിലൂടെയും മനസ്സിലാക്കിക്കൊണ്ട് ആ അറിവ് വെച്ചുകൊണ്ട് ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യും, ട്രീറ്റ് ചെയ്യും, പ്രിവെന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രൊജക്ട് ആണ് ക്യാൻസർ ജീനോം അറ്റ്ലസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, INS സുമിത്ര. INS സുമിത്ര എന്ന് പറയുന്നത് ലാസ്റ്റ് അറിയൂ ക്ലാസ്സിലെ പെട്രോൾ വെസലിൽ ഒന്നാണ്, 4th one ആണ് INS സുമിത്ര. ഇന്ത്യൻ നേവിയുടെ ആണ്. അത് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. നെക്സ്റ്റ്, ഹംബോൾട്ട്സ് എനിഗ്മ.
അപ്പോ നമ്മൾ മൗണ്ടൻ റീജിയൻസ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ഡൈവേഴ്സിറ്റി കാണാൻ പറ്റും. അതായത് ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസും പ്ലാന്റ്സും ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സാധാരണ പറയാ ഇക്വേറ്റർ റീജിയനിലുള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിലാണ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിലാണ് കൂടുതലായിട്ട് ഡൈവേഴ്സിറ്റി കാണുന്നതെന്നാണ്. പക്ഷെ അതിൽ കൂടുതലും മൗണ്ടൻ റീജിയൻസിൽ കാണാൻ പറ്റുന്നതാണ് റീസെന്റ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു പസിൽ അല്ലെങ്കിൽ ആ ഒരു എനിഗ്മയിലാണ് നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ ഒരു എനിഗ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പസിൽ എന്ന് പറയുന്നത്. So since it seems to contradict the normal belief that the highest diversity on earth occurs in the rainforest ecosystems around the equator. അപ്പൊ നമ്മൾ ഇക്വേറ്ററിന്റെ ചുറ്റും കാണുന്ന റെയിൻ ഫോറസ്റ്റിലാണ് കൂടുതൽ ഡൈവേഴ്സിറ്റി കാണുന്നത് എന്നുള്ള നമ്മുടെ നോർമൽ ബിലീഫ് ഇല്ലേ, അതിനൊരു കോൺട്രഡിക്ഷൻ വന്നിരിക്കുകയാണ് ഈ ഒരു പസില് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നെക്സ്റ്റ് ആസിയൻ, ദ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ആസിയൻ എന്ന് പറയുന്നത്. 8 ഓഗസ്റ്റ് 1967 എസ്റ്റാബ്ലിഷ് ചെയ്തത് ബാങ്കോക്ക് തായ്ലൻഡില്. അപ്പോ ഇത് ആസിയൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ബാങ്കോക്ക് ഡിക്ലറേഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ഏഷ്യൻ എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ്, ഇവർ 5 പേരുമാണ്. അപ്പൊ ഈ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൽ ഇന്തോനേഷ്യയും സിംഗപ്പൂറും ഫിലിപ്പീൻസ്, മലേഷ്യ, ബ്രൂണൈ, തായ്ലൻഡ്, കംബോഡിയ, ലാവോസ്, മ്യാൻമർ, വിയറ്റ്നാം, ഇത്രയും രാജ്യങ്ങളാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ട്രേഡിംഗ് പാർട്ണർ ആണ് ഈ ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ജക്കാർത്തയിലാണ്, ഇന്തോനേഷ്യ. സോ ഇന്ന് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.